നമസ്കാരം. 14 മാസം നീണ്ട കൺസോൾട്ടേഷൻ ഫേസിന് ശേഷം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് ഉയർന്നു. ഇന്നും മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിൻ്റെ സൂചനകളാണ് നിഫ്റ്റി നൽകുന്നത്. അമേരിക്കൻ ഫ്യൂച്ചറും യൂറോപ്യൻ ഫ്യൂച്ചറും ഏറെക്കുറെ പോസിറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റിലും പോസിറ്റീവ് മൊമെൻറ്റം പ്രകടമാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 26,400-നടുത്തുള്ള ഓപ്പണിംഗ് ആണ് ഇന്ന് മാർക്കറ്റിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ ഭാരതി എയർടെൽ, ICICI ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ വന്ന ബൈയിങ് മൊമെൻറ്റത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് ഉയർന്നത്. ഇവിടെ വരും ദിവസങ്ങളിൽ 26,500, 26,600 തുടങ്ങിയ റെസിസ്റ്റൻസ് സോണിനെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 26,000, 26,100 തുടങ്ങിയ സോണുകൾ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. ഒരു ബ്രേക്കൗട്ടിന് ശേഷം മാർക്കറ്റ് കൺസോൾട്ടേഷൻ ഫേസിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവിടെ അപ്പർ സൈഡിലും ലോവർ സൈഡിലും വിഗ് അല്ലെങ്കിൽ ഷാഡോയോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് VST ട്രില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സ്. VST ട്രില്ലേഴ്സ് ആൻഡ് ട്രാക്ടർ ഫുള്ളി ഇലക്ട്രിക് ഫാം മെഷീനറി എക്യുപ്മെൻറ്റുകൾ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ഇലക്ട്രിക് വെഹിക്കിൾ പവർ ട്രില്ലർ, പവർ വീഡേഴ്സ് തുടങ്ങിയവയാണ് കമ്പനി ലോഞ്ച് ചെയ്യുന്നത്. കൂടാതെ യൂറേക്ക എന്ന കമ്പനി 2030 ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ ഗ്രോത്ത് ഗൈഡൻസ് പുറത്തുവിട്ടിട്ടുണ്ട്. കമ്പനിയുടെ റവന്യൂ 5,600 കോടിയിലേക്കും എബിറ്റ 880 കോടിയിലേക്കും ഉയരുമെന്നാണ് ഗ്രോത്ത് ഗൈഡൻസിൽ പറഞ്ഞിരിക്കുന്നത്. റവന്യൂവിൽ 2 മടങ്ങും എബിറ്റയിൽ 3 മടങ്ങും ഗ്രോത്താണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. കൂടാതെ റോബോട്ടിക് ബിസിനസ്സിനെ 25 ടൈംസ് സ്കെയിലപ്പ് ചെയ്യാനുള്ള പ്ലാനുകളും കമ്പനി നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ ഹെൽത്ത് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. നോയിഡയിൽ 550 ബെഡുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഓപ്പൺ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക. ടാറ്റ ടെക്നോളജി എന്ന കമ്പനി ജർമ്മൻ ബേസ്ഡ് ഈസ്റ്റെക് എന്ന കമ്പനിയുടെ 100% സ്റ്റേക്ക് അക്വിസിഷൻ ചെയ്തു. RVNL എന്ന കമ്പനിക്ക് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിൽ നിന്നും 9 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. റിഫെക്സ് എന്ന കമ്പനിക്ക് ബോട്ടം ആഷ് സപ്ലൈയുമായി ബന്ധപ്പെട്ട് 100 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റിഫെക്സ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. മെയിൻ്റനൻസ് പർപ്പസിന് വേണ്ടി ബോംബെ ഡൈയിങ്ങിൻ്റെ ഒരു പ്രമുഖ പ്ലാന്റ് അടച്ചതുകൊണ്ട് ബോംബെ ഡൈയിങ് എന്ന സ്റ്റോക്കിലും ഇന്ന് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാം. ഓട്ട്മാപ്പ് ട്രാൻസ്ഫോർമർ എന്ന കമ്പനിക്ക് 85 കോടി രൂപയുടെ ഓർഡർ ഗുജറാത്ത് എനർജി ട്രാൻസ്മിഷൻ കോർപ്പറേഷനിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. വ്യത്യസ്ത റേറ്റിംഗിലുള്ള പവർ ട്രാൻസ്ഫോർമർ സപ്ലൈ ചെയ്യാനുള്ള ഓർഡറാണ് ഓൾട്ട്മാപ്പ് ട്രാൻസ്ഫോർമർ എന്ന കമ്പനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് ഓൾട്ട്മാപ്പ് ട്രാൻസ്ഫോർമർ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. ഓറിയൻ്റൽ റെയിൽ ഇൻഫ്ര എന്ന കമ്പനിക്ക് നോർത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ നിന്നും 2.6 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. 726 കപ്ലർ ബോഡി സപ്ലൈ ചെയ്യാനുള്ള ഓർഡറാണ് ഓറിയൻ്റൽ റെയിൽ ഇൻഫ്ര എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. അദാനി എൻ്റർപ്രൈസസിൻ്റെ സബ്സിഡറി കമ്പനിയായ അദാനി ഡിഫൻസ് സിസ്റ്റം ഫ്ലൈറ്റ് സിമുലേഷൻ ടെക്നിക് സെൻറ്ററിൻ്റെ 72% സ്റ്റേക്കുകൾ അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. 820 കോടി രൂപയുടെ എൻ്റർപ്രൈസസ് വാല്യൂ ഉള്ള ഒരു ഫിമാണ് ഫ്ലൈറ്റ് സിമുലേഷൻ ടെക്നിക് സെൻറ്റർ. തമിഴ്നാട് മർക്കൻറ്റൈൽ ബാങ്ക് പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലോൺ പ്രോസസ്സിങ്ങിനും അപ്രൂവൽസിനും വേണ്ടി പുതിയൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ടാർസൻ പ്രൊഡക്റ്റ് എന്ന കമ്പനി ഇതിൻ്റെ സബ്സിഡറി കമ്പനിയായ ടാർസൻ ലൈഫ് സയൻസിൽ 27 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ഈ കമ്പനിയിൽ പ്രൊമോട്ടർ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട്. റീസെൻ്റ്ലി പ്രൊമോട്ടർ 2.45% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തി. ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് 3% നിന്നും 5% ഉയർത്തി. IHCL എന്ന കമ്പനി കേരളത്തിലെ ആലുവയിൽ പുതിയ ഒരു ഹോട്ടൽ ഓപ്പൺ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ IHCL എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. അശോക് ബിൽഡ്കോൺ എന്ന കമ്പനിയെ നാഷണൽ ഹൈവേ അതോറിറ്റി അടുത്ത 1 മാസത്തെ ടെൻഡറിൽ നിന്നും സസ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ ഡീബാർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ അശോക് ബിൽഡ്കോൺ എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കാം. ബന്ധൻ ബാങ്ക് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ബന്ധൻ ബാങ്ക് 3,212 കോടി രൂപയുടെ നോൺ പെർഫോമിംഗ് അസറ്റിനെ സെൽ ഓഫും റൈറ്റ് ഓഫും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബന്ധൻ ബാങ്ക് എന്ന മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. ന്യൂജൻ സോഫ്റ്റ്വെയർ എന്ന കമ്പനിക്ക് മലേഷ്യയിലെ ഒരു ലീഡിംഗ് ബാങ്കിൽ നിന്നും 14 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ സൈഡസ് ലൈഫ് സയൻസ്, പ്രീമിയർ എനർജി തുടങ്ങിയ സ്റ്റോക്കുകളെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. പ്രീമിയർ എനർജി എന്ന കമ്പനി ന്യൂ വിസോൾ എനർജി എന്ന കമ്പനിയുമായി ചേർന്ന് ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി രൂപീകരിക്കുകയും 80% സ്റ്റേക്ക് അക്വയർ ചെയ്തതിൻ്റെയും പശ്ചാത്തലത്തിലാണ് പ്രീമിയർ എനർജി എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്